ഞായറാഴ്ച രാവിലെ തോറുമുള്ള നമ്മുടെ ആത്മീയ ധ്യാനത്തിലേക്ക് ഒരിക്കൽ കൂടെ ഏവരെയും സ്വാഗതം ചെയ്യുവാൻ എനിക്ക് വലിയ സന്തോഷമുണ്ട്. പൊതുവായി അവഗണിക്കപ്പെട്ട് കിടക്കുന്ന വചനങ്ങളുടെ സത്യമാണ് ഈ ധ്യാന പരമ്പരയിൽ കൂടെ നാം ഈ കാലങ്ങളിൽ അന്വേഷിച്ച് തിരിച്ചറിഞ്ഞു വരുന്നത് എന്ന് ഇതിനോടകം ഏവർക്കും കൃത്യമായി ബോധ്യപ്പെട്ടിട്ടുള്ളതാണ്. അതേ ആത്മാവിൽ തന്നെ നമ്മുടെ യാത്ര നാം തുടരുകയാണ്. ഇന്നത്തെ വിഷയത്തിന് ആധാരമായി മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യത്തിൽ നിന്നും യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 27 വരെയുള്ള വാക്യങ്ങളെ ആസ്പദമാക്കി ചില പ്രത്യേകതയുള്ള അതേസമയം ഏറ്റവും അടിസ്ഥാനപരമായ ചിന്തകളത്രേ ദൈവനാമത്തിൽ ഏവർക്കുമായി സമർപ്പിക്കുവാൻ എൻ്റെ ഉള്ളം കാംക്ഷിക്കുന്നത്. നമ്മുടെ ചിന്തയുടെ കേന്ദ്രബിന്ദുവായി യേശുവിൻ്റെ ചോദ്യം, ഞാൻ ആരാണെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? ഞാൻ ആണെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ഞാൻ പരാമർശിച്ച ആ ഭാഗത്ത് യേശു മനുഷ്യരെ എപ്രകാരം തിരിച്ചറിയണം എന്ന ഒരു വലിയ ചിന്ത സന്ദർഭോചിതമായി ഉയർത്തുകയും അതിന് ശ്രദ്ധേയമായ അനുബന്ധ ചിന്തകൾ നൽകുകയും ചെയ്യുന്നത് നമുക്ക് ഇന്ന് ഒരുമിച്ച് പരിഗണിക്കാം. ആദ്യമായി നാം മനസ്സിൽ കുറിക്കേണ്ടത് നമ്മുടെ ആത്മീയ ജീവിതത്തിലെ ഏറ്റവും സുപ്രധാനമായ ചോദ്യം യേശു ആരാകുന്നു എന്നുള്ളതാണ്. പല വിധത്തിൽ യേശുവിനെ നമ്മുടെ ഇടയിൽ പരാമർശിക്കുന്നുണ്ട്. യേശു രക്ഷകനാണ്, യേശു രാജാക്കന്മാരുടെ രാജാവാണ്, യേശു ലോക പാപങ്ങളുടെ പരിഹാരമായി അർപ്പിക്കപ്പെട്ട ദൈവത്തിൻ്റെ കുഞ്ഞാടാണ്, യേശു ക്രിസ്ത്യാനികളുടെ ദൈവമാണ് എന്നുവരെയുള്ള പല വിധത്തിലുള്ള അനേക പരാമർശങ്ങൾ. എന്നാൽ ഈ ഒരു വലിയ ലിസ്റ്റിൻ്റെ വലിപ്പത്തിൽ അല്ലെങ്കിൽ നീളത്തിൽ നാം മറന്നു പോകുന്നൊരു യാഥാർത്ഥ്യമുണ്ട്. അത് മറ്റൊന്നുമല്ല, ഏറ്റവും പ്രകടമായ സത്യം. അത് ഇത്രമാത്രമാണ്: യേശു മനുഷ്യപുത്രനാണ്. യേശു മനുഷ്യപുത്രനാണ്. ഇത് വളരെ നാം ശ്രദ്ധിക്കണം. ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്. യേശു മനുഷ്യപുത്രനാണ്. ആ മനുഷ്യൻ എന്ന വാക്ക് പ്രത്യേകമായി അടയാളപ്പെടുത്തി അടിവരയിട്ട് വളരെ ശ്രദ്ധയോടെ നിങ്ങളുടെ ഹൃദയത്തിൽ സൂക്ഷിക്കണമേ എന്ന് എനിക്ക് ആദ്യം തന്നെ നിങ്ങളോട് അപേക്ഷിക്കേണ്ട ആവശ്യമുണ്ട്. യേശു മനുഷ്യപുത്രനാണ്. യേശു ഒരിക്കലും തന്നെ ദൈവപുത്രൻ എന്ന ആ ഒരു ശീർഷകത്തിൽ അവതരിപ്പിച്ചിട്ടില്ല. മനുഷ്യപുത്രൻ എന്ന് ആവർത്തിച്ച് യേശു തന്നെ പറ്റി പരാമർശിക്കുന്നത് 4 സുവിശേഷങ്ങളിലും ആർക്കും ഒരിക്കലും അവഗണിക്കാൻ കഴിയാത്ത വിധത്തിൽ, തിരിച്ചറിയാതെ പോയി എന്ന ഒരു ഒഴികഴിവ് പറയാൻ കഴിയാത്ത വിധത്തിൽ അത്ര കൃത്യമായും വ്യക്തമായും രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന സമയത്ത് ഞാനൊന്ന് സൂചിപ്പിക്കുക മാത്രമാണ് ചെയ്യുന്നത്. കാരണം അതിൻ്റെ ആവശ്യമേ ഉള്ളൂ, കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ ഉദിക്കുന്നൊരു വലിയ പ്രശ്നമുണ്ട്, ചോദ്യമുണ്ട്. ഇതുവരെ ആരും ഉയർത്താത്തൊരു ചോദ്യമുണ്ട്, ആരും അഭിമുഖീകരിക്കാത്ത ഒരു ചോദ്യമുണ്ട്. യേശു തന്നെ മനുഷ്യപുത്രനായി പരിചയപ്പെടുത്തുമ്പോൾ അല്ലെങ്കിൽ അവതരിപ്പിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം മനസ്സിലാകണമെങ്കിൽ മനുഷ്യൻ എന്ന സങ്കല്പത്തെപ്പറ്റി നമുക്ക് ഒരു ധാരണയുണ്ടാകണം. മനുഷ്യൻ ആരാണ്, എന്താണ്, എപ്രകാരമാണ് ആയിരിക്കണം എന്നതിനെപ്പറ്റി ഒരു വ്യക്തതയോ അറിവോ ഇല്ലാത്ത ആളുകൾ
എങ്ങനെയാണ് മനുഷ്യപുത്രൻ എന്ന സങ്കല്പത്തെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എന്നാൽ 2000 വർഷം കൊണ്ട് യേശു മനുഷ്യപുത്രനാണ് എന്ന് പലപ്പോഴുമൊക്കെ പരാമർശിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും മനുഷ്യൻ എന്നാൽ എന്താണ്, മനുഷ്യ സങ്കല്പം എന്താണ്, അല്ലെങ്കിൽ മനുഷ്യനെന്ന് പറയുന്ന ഈ സങ്കല്പത്തെ നാം എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്, ഇതിനെപ്പറ്റി അല്പം പോലും ശ്രദ്ധയില്ലാതെയാണ് നാം ഈ മനുഷ്യപുത്രൻ എന്ന ഈ വാക്കുകൾ വല്ലപ്പോഴുമൊക്കെ ഉച്ചരിച്ചുകൊണ്ടേയിരുന്നത് എന്നീ സമയത്ത് പ്രത്യേകമായി നാം ശ്രദ്ധിക്കേണ്ടതാണ്. ഞാൻ ഈ മനുഷ്യൻ എന്ന സങ്കല്പത്തിന് ഒരു അടിസ്ഥാനപരമായ ആശയം അല്ലെങ്കിൽ നിർവചനം എന്ന് വേണമെങ്കിൽ വെച്ചോളൂ, ഡെഫിനിഷൻ നൽകിക്കൊണ്ട് നമ്മുടെ ധ്യാനം മുൻപോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ്. മനുഷ്യൻ ആരാണ്? മനുഷ്യനെ അന്വേഷിക്കുന്നവനാണ് മനുഷ്യൻ. മനുഷ്യൻ ആരാണ്? മനുഷ്യനെ അന്വേഷിക്കുന്നവനാണ് മനുഷ്യൻ. രണ്ടാമത്, മനുഷ്യനെ അന്വേഷിച്ചാൽ കണ്ടെത്തും എന്ന് വിശ്വസിക്കുന്നവനാണ് മനുഷ്യൻ. മനുഷ്യനെ അന്വേഷിക്കണമെങ്കിൽ മനുഷ്യന് മാത്രമേ സാധ്യമാകുകയുള്ളൂ. ലോക മനുഷ്യ ജാതിയുടെ ചരിത്രത്തിൽ സംഭവിച്ച ഏറ്റവും വലിയ പാളിച്ച മനുഷ്യൻ എന്ന അവസ്ഥയിൽ നിന്ന് പുരുഷനായും സ്ത്രീയായും മാനവജാതി പിളർന്നു പോവുകയും ആ പിളർച്ചയുടെ ഭാഗമായി അധപ്പതിച്ചു പോവുകയും ചെയ്തു എന്നതാണ് മനുഷ്യരാശിയുടെ അവസാനിക്കാത്ത അരിഷ്ടതയുടെ മൂലകാരണമെന്ന് ഈ സമയത്ത് ചരിത്രബോധത്തിൻ്റെ വെളിച്ചത്തിലും വചനത്തിൻ്റെ സാക്ഷ്യത്തിലും അനുഭവങ്ങളുടെ ബന്ധത്തിലും ഞാൻ സൂചിപ്പിച്ചു കൊള്ളട്ടെ. ഞാൻ ഇപ്പോൾ നിങ്ങളുമായി പങ്കിട്ട ഈ ചിന്ത വളരെ വളരെ എന്താണ് പറയുന്നത്, റാഡിക്കൽ ഇമ്പോർട്ടൻസ് ഉള്ള ഒരാശയമായതുകൊണ്ട് ഞാൻ അത് വീണ്ടും ഒന്നുകൂടെ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. മനുഷ്യൻ എന്ന ആത്മീയ സങ്കല്പം സ്ത്രീ എന്നും പുരുഷനും എന്ന ഒരു സങ്കല്പത്തിലേക്ക് വഴുതിപ്പോയപ്പോൾ പാളിച്ച പ്രാപിച്ച് മുറിഞ്ഞ് പരസ്പര സംഘർഷം അനിവാര്യമായി നിലനിൽക്കുന്ന ഒരു അഭിമുഖമായി അധപ്പതിച്ചതാണ് മനുഷ്യരാശിയുടെ ചരിത്രത്തിലെ ഏറ്റവും ഭീകരമായ തകർച്ചയും മനുഷ്യൻ അനുഭവിക്കുന്ന അരിഷ്ടതകളുടെ ഏറ്റവും മൂല കാരണവും. ഇത് നമ്മുടെ ധ്യാനത്തിൽ കൂടെ ദയവായി വെളിപ്പെടുത്തി തരണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായി ദൈവത്തോട് പ്രാർത്ഥിക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞത് മനുഷ്യപുത്രൻ ആരാണ്? മനുഷ്യനെ അന്വേഷിക്കുന്നവനാണ് മനുഷ്യപുത്രൻ. മാത്രവുമല്ല, മനുഷ്യനെ അന്വേഷിച്ചാൽ മനുഷ്യനെ കണ്ടെത്താൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നവനാണ് മനുഷ്യപുത്രൻ. രണ്ടാമതായി നാം കണ്ടു, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചുവെങ്കിലും ഏറെ താമസിയാതെ മനുഷ്യൻ മരിച്ചിട്ട് അവൻ രണ്ടായി വലിച്ച് കീറപ്പെട്ട് മനുഷ്യ സങ്കല്പം അസ്തമിക്കുകയും അതിൻ്റെ സ്ഥാനത്ത് പുരുഷനും സ്ത്രീയും എന്ന പരസ്പര സംഘർഷം നിരന്തരമായി ജനിപ്പിച്ചുകൊണ്ടേയിരിക്കുന്ന രണ്ട് സങ്കല്പങ്ങൾ ഉടലെടുക്കുകയും അവരെ തന്നെ സ്ഥാപിക്കുകയും ചെയ്തു. ഇപ്പോൾ മനുഷ്യനില്ല, സ്ത്രീയുണ്ട്, പുരുഷനുണ്ട്. മനുഷ്യജാതി അനുഭവിക്കുന്ന പരാധീനതയുടെയും അരിഷ്ടതയുടെയും പ്രശ്നത്തിൻ്റെയും എല്ലാം കാരണം മനുഷ്യത്വമില്ലാത്ത പുരുഷനും മനുഷ്യത്വമില്ലാത്ത സ്ത്രീയുമാണ്. അതുകൊണ്ട് പുരുഷനും സ്ത്രീക്കും ഒന്നുപോലെ ആവശ്യമായത് അവരുടെ മനുഷ്യത്വം നഷ്ടപ്പെട്ടു പോയത് വീണ്ടെടുക്കുക എന്നുള്ളതാണ്. അതിനേക്കാൾ വലിയ ഒരു ദൗത്യം മനുഷ്യരാശിക്ക് അനുഭവിപ്പാനോ അറിയുവാനോ സാധ്യമല്ല, ആവശ്യവുമില്ല. എന്നാൽ ഈ ഒരു അന്വേഷണത്തിൽ അവന് സഹായം ആവശ്യമുണ്ട്, അവന് വെളിച്ചം ആവശ്യമുണ്ട്. അതിൻ്റെ വെളിച്ചമായിട്ടാണ് യേശു ലോകത്തിലേക്ക് വന്നത്. ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നുവെന്ന് യേശു പ്രഖ്യാപിക്കുന്നത്
ഈ ഒരു അർത്ഥത്തോടുള്ള ബന്ധത്തിലാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് സ്ത്രീക്കും പുരുഷനും അവർക്ക് നഷ്ടപ്പെട്ടു പോയ വിലതീരാത്ത നിധിയായ മനുഷ്യത്വത്തിലേക്കുള്ള യാത്രയിൽ അവിടെ കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവുമായി സ്ഥിതി ചെയ്യുന്ന വെളിച്ചമാണ് യേശു. അവനാണ് മനുഷ്യപുത്രൻ. ഇതാണ് ഇതിൻ്റെ ആത്മീകമായ പൊരുൾ. ഇത് കുറച്ചുകൂടെ മനസ്സിലാകുന്നതിന് വേണ്ടി നാം ഇപ്പോൾ പരാമർശിച്ച 2 ഭാഗങ്ങളെ ഏതാണ്ട് ആശ്രയിച്ച, പ്രത്യേകിച്ച് യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ നാം കാണുന്ന നമുക്ക് സുപരിചിതമായ ശമര്യക്കാരി സ്ത്രീ യേശുവിനെ കണ്ടുമുട്ടുന്ന ആ സംഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഈ യാഥാർത്ഥ്യത്തെ നമുക്ക് അല്പം കുറച്ചുകൂടെ വ്യക്തമായി മനസ്സിലാക്കാൻ ശ്രമിക്കാം. യേശു യഹൂദന് വിഹിതമല്ലായിരുന്ന ഒരു കാൽവയ്പ് നടത്തുകയാണ്. യഹൂദന്മാരും ശമര്യക്കാരും ഒരേ കൂട്ടത്തിലുള്ള ആളുകളായിരുന്നുവെങ്കിലും മനുഷ്യൻ്റെ മനുഷ്യത്വം നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ അവൻ്റെ അഭിവൃദ്ധി മുഴുവനും സംഘർഷത്തിലായിരിക്കും, വിഭജനത്തിലായിരിക്കും, മുറിച്ച് കീറി വയ്ക്കുന്നതിലായിരിക്കും എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമായ യഹൂദന്മാരും ശമര്യക്കാരും തമ്മിലുണ്ടായ തീണ്ടൽ, അത് ആ സ്ത്രീ സൂചിപ്പിക്കുന്നുണ്ട്. നീ ഒരു യഹൂദനായിരിക്കെ പിന്നെ എങ്ങനെയാണ് ശമര്യക്കാരെ എന്നോട് കുടിപ്പാൻ ചോദിക്കുന്നത്? ഹൗ കെൻ യു എ Jew ആസ്ക് ഓഫ് മീ എ Samaritan ഫോർ എ ഡ്രിങ്ക്? ഇതാണ് പുരുഷൻ കാട്ടിവെക്കുന്ന കോലാഹലം. നിങ്ങൾ മതമേഖല ശ്രദ്ധിച്ചു നോക്കൂ. ഒരു മതവും മറ്റൊരു മതത്തിൽ നിന്ന് വ്യത്യസ്തമല്ല. എല്ലാ മതങ്ങളും ഈ ഒറ്റ അച്ചിൽ വാർത്തെടുത്തതാണ് പുരുഷ മേധാവിത്വം. പുരുഷ മേധാവിത്വത്തിൻ്റെ വ്രണം വഹിക്കാത്ത ഏതെങ്കിലും മതത്തിൻ്റെ മുഖം നിങ്ങൾക്ക് കാണാൻ സാധിക്കുമോ? ഒരിക്കലുമില്ല. അതുകൊണ്ടാണ് ഇന്നും പുരുഷന് പുരോഹിതനാകാം, സ്ത്രീകൾക്ക് പൗരോഹിത്യം പാടില്ല. എൻ്റെ അഭിപ്രായം, സ്ത്രീയും പുരോഹിതനും പൗരോഹിത്യം തലയിൽ വലിച്ചു വെച്ച് സ്വയം അപമാനിക്കരുത്. ഈ പൗരോഹിത്യം എന്നത് പുരുഷ മേധാവിത്വത്തിൽ മാത്രം വിഭാവന ചെയ്ത ഒരു കലാപരിപാടിയാണ്. അതിനെപ്പറ്റി ഞാൻ തൽക്കാലം കൂടുതലായി പറയുന്നില്ല. ഇത് ഞാൻ പറയുമ്പോൾ പലരും തെറ്റിദ്ധരിക്കുന്നത് എനിക്ക് പുരോഹിതന്മാരോടും മെത്രാന്മാരോടും വ്യക്തിപരമായ ചുരുക്കുണ്ട് എന്നതാണ്. അങ്ങനെ ചിന്തിച്ചു പോകുന്നതിൽ എനിക്ക് അത്ഭുതമോ പരിഭവമോ ഇല്ല. കാരണം വിമർശനം കുറിക്കുകൊള്ളുമ്പോൾ അതിലുള്ള അർത്ഥം സ്വീകരിക്കാൻ വയ്യാത്തവർ അതിനെ നിരസ്കരിക്കുന്നതിന് വേണ്ടി കണ്ടുപിടിക്കുന്ന ചില ഉപാധികളുണ്ട് എന്ന് നിങ്ങൾക്കും എനിക്കും എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് അതിന് വലിയ പ്രാധാന്യം കൽപ്പിക്കേണ്ട ആവശ്യമില്ല എന്നൊരു അഭിപ്രായമാണ് എക്കാലത്തും എനിക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ യേശു യഹൂദന്മാരുടെ പുരുഷ മേധാവിത്വം വിഭാവന ചെയ്ത മതബോധം നിഷ്കർഷിച്ചിരുന്ന തീണ്ടലുകൾ, പോകരുത്, കണ്ടരുത്, തൊടരുത്, അതിനെ ലംഘിക്കുവാൻ കാരണം എന്താണ്? അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, അവൻ മനുഷ്യപുത്രനായിരുന്നു എന്നതുകൊണ്ടാണ്. എന്താണ് മനുഷ്യപുത്രൻ്റെ മനുഷ്യത്വത്തിൻ്റെ ആധികാരികമായ സ്വഭാവം? മറ്റൊന്നുമല്ല, വ്യക്തമാണ്, സ്പഷ്ടമാണ്. അന്വേഷിക്കും എന്നതാണ്. എന്തന്വേഷിക്കും? മനുഷ്യരെ അന്വേഷിക്കും. പുരുഷനും സ്ത്രീയും അതിർവരമ്പുകളുണ്ട്. മനുഷ്യന് യാതൊരു അതിർവരമ്പുകളുമില്ല. മനുഷ്യനെന്നത് സാർവലൗകികമായ ഒരു പ്രതിഭാസമാണ്. അതുകൊണ്ടാണ് ആദിയിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് പറയുന്നത്. ദൈവം പുരുഷനെ സൃഷ്ടിച്ചില്ല, സ്ത്രീയെ സൃഷ്ടിച്ചില്ല. ആ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നത് ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായമാണ്. 1-ാം അധ്യായത്തിൽ വളരെ വ്യക്തമായി പറയുന്നു, അതാണ് ആത്യന്തികമായ സത്യം. ആദിയിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു, സ്ത്രീയും പുരുഷനുമായി സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ സ്ത്രീയുടെയും പുരുഷൻ്റെയും കോമൺ ഡിനോമിനേറ്റർ എന്ന് പറയുന്നത്, പൊതുവായ ഘടകം എന്ന് പറയുന്നത് മനുഷ്യത്വമായിരിക്കണം. മനുഷ്യത്വത്തിൻ്റെ വെളിച്ചത്തിൽ മാത്രമേ പുരുഷത്വം എന്തെന്നതും സ്ത്രീത്വം എന്നതും മനസ്സിലാക്കാൻ പാടുള്ളൂ. അതിൽ നിന്ന് അല്പം പോലും വ്യതിചലിക്കരുത് എന്ന ശ്രദ്ധേയമായ കട്ടായം പിടിക്കുന്ന ആ ഒരു സൂചനയാണ് അവിടെ നൽകിയിരിക്കുന്നത്. പക്ഷേ ആര് ശ്രദ്ധിക്കാൻ? അതിനുശേഷം സംഭവിച്ചതൊക്കെ നമുക്കറിയാം. ഞാനതിനെപ്പറ്റി വിശദീകരിച്ചാൽ സമയം കൈവിട്ടു പോകുമെന്നതുകൊണ്ടാണ്.
അപ്പോൾ യേശു ശമര്യക്കാരുടെ നാട്ടിൽ കാല് ചവിട്ടിയത് അവൻ മനുഷ്യനായിട്ടാണ്. മനുഷ്യനാണെങ്കിൽ അങ്ങനെ ചെയ്യണം. അപ്പോൾ അവനൊരു സ്ത്രീയെ കണ്ടെത്തുന്നു. അവൾ ആരാണ്? അതിന് ഉത്തരം പറയുന്നതിന് മുൻപേ ഈ ഒരു സംഭവത്തെപ്പറ്റി നിങ്ങൾ അനേക പ്രസംഗങ്ങൾക്ക് ഇതിനോടകം കേട്ട് കാണും. കാരണം ശമര്യക്കാരുടെ സ്ത്രീയെ യേശു കണ്ടുപൊട്ടി അവൾക്ക് പുതിയൊരു ദർശനം കൊടുക്കുന്നതിനെപ്പറ്റി വളരെ വാചാരമായി എത്രയോ പ്രസംഗങ്ങൾ ഞാൻ കേട്ടിരിക്കുന്നു. ഇത് പ്രത്യേകിച്ച് കൺവെൻഷനിലൊക്കെ പ്രസംഗിക്കാനായി പ്രത്യേക ചാതുര്യം പ്രാപിച്ച ആളുകൾ, കൺവെൻഷൻ സർക്യൂട്ടിൽ ഇങ്ങനെ കറങ്ങി നടന്ന ആളുകൾക്ക് എടുത്ത് വീശാനായുള്ള വളരെ സഹായിക്കുന്ന, നാടകീയമായി അവതരിപ്പിക്കാൻ സാധ്യതയുള്ളൊരു വിഷയമാണ്. അതുകൊണ്ട് ഇതിനെപ്പറ്റി അനേക പ്രസംഗങ്ങൾ നിങ്ങൾ കേട്ടിരിക്കും. അതെല്ലാം നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ സംഗ്രഹിച്ചു വെച്ചുകൊള്ളൂ. അത് ഒന്ന് താരതമ്യപ്പെടുത്തി നമുക്ക് ഈ കാര്യത്തിൻ്റെ സത്യം മനസ്സിലാകാൻ സഹായിക്കുമെന്നതുകൊണ്ട് തന്നെ ഞാൻ വ്യക്തമായി നിങ്ങളോട് പറയുന്നത്, നാം ഇതുവരെ ധരിച്ചു വച്ചിരുന്നത് പോലെ യേശു യാക്കോബിൻ്റെ കുളക്കരയിൽ പോയത് വളരെ കൃത്യമായി മനസ്സിലാക്കുക. യേശു യാക്കോബിൻ്റെ കുളക്കരയിൽ പോയത് ഒരു ശമര്യക്കാരി സ്ത്രീയെ അന്വേഷിച്ച് പോയതല്ല, ശമര്യക്കാരായ പുരുഷന്മാരെ അന്വേഷിച്ച് പോയതാണ് എന്നതാണ് ഇതിൻ്റെ സത്യം. പക്ഷെ അങ്ങനെ ആരും നിങ്ങളോട് പറയില്ല. കാരണം അത് പറയാൻ ഇച്ചിരി പുളിക്കും. അത് തന്നെയാണ്. ഞാൻ എൻ്റെ ആശയം വെളിപ്പെടുത്തട്ടെ. ഇതാണ് ഈ സംഭവത്തിൻ്റെ ആത്മീയ എന്നതിൽ യാതൊരു സംശയം അവശേഷിക്കുന്നില്ല. യേശു ആരെ അന്വേഷിച്ചാണ് അവിടെ നിന്ന് പോയത് എന്നതിൻ്റെ ഉത്തരം യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യത്തിലുണ്ട്. അവിടെ എന്താണ് യേശു ആ സ്ത്രീയോട് ചോദിക്കുന്നത്? നിൻ്റെ അഡ്രസ്സ് എന്താണെന്നോ, നിൻ്റെ ചാർച്ചക്കാരാരാണെന്നോ, നിൻ്റെ സ്വപ്നങ്ങൾ എന്താണെന്നോ, നിൻ്റെ മുറിവുകൾ എന്താണോ, അതൊന്നുമല്ല ചോദിക്കുന്നത്. നിൻ്റെ ഭർത്താവ് എവിടെ എന്ന് അവനെ വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞപ്പോൾ ആ സ്ത്രീ പറയുന്നു, എനിക്ക് ഭർത്താവില്ല. അത് ശരിയാണ്, അവൾ പറഞ്ഞത് ശരിയായിരുന്നു. കാരണം അവിടെ ഭർത്താവിൻ്റെ സ്ഥാനത്തിരിക്കാൻ കെൽപ്പും മനസ്സുമുള്ള ആരും ശബരി നാട്ടിലില്ലായിരുന്നു. കാരണം മനുഷ്യന് മാത്രമേ ഭർത്താവാകാൻ സാധ്യമാകുകയുള്ളൂ. അതൊരു വിഷയമാണ്. ഞാനതിലേക്ക് പ്രവേശിക്കാം. അപ്പോൾ 18-ാം വാക്യത്തിൽ യേശു എന്താണ് അവരോട് പറയുന്നത്? 5 ഭർത്താക്കന്മാർ നിനക്കുണ്ടായിരുന്നു, ഇപ്പോഴുള്ളതോ ഭർത്താവല്ല. സുഹൃത്തുക്കളെ, ആ സ്ത്രീയുടെ ശാപം എന്തായിരുന്നു? അവൾക്ക് സൗന്ദര്യമില്ലായിരുന്നു എന്നുള്ളതല്ല, അല്ലെങ്കിൽ അവൾക്ക് അംഗവൈകല്യമുണ്ടായിരുന്നു എന്നുള്ളതല്ല, അവൾക്ക് പാപിണി എന്നൊരു ലേബലുണ്ടായിരുന്നു എന്നതുമല്ല. അവളുടെ ശാപം അവളുടെ അനുഭവത്തിൻ്റെയും അറിവിൻ്റെയും പരിധിയിൽ മനുഷ്യനില്ലായിരുന്നു എന്നതാണ്. പുരുഷന്മാരുണ്ടായിരുന്നു, അവരുടെ ഘോഷയാത്ര നടന്നുകൊണ്ടേയിരുന്നു. പക്ഷേ അവിടെയെങ്ങും മനുഷ്യനെ കണ്ടില്ല. അങ്ങനെ ഒരു പാട്ടുണ്ട്, മലയാള സിനിമയിലൊരു പാട്ടുണ്ട്. ഈശ്വരനെ കണ്ടു, ഈശ്വരനെ കണ്ടു, ഇബ്ലീസിനെ കണ്ടു, ഇതുവരെ മനുഷ്യനെ കണ്ടില്ല, 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 മനുഷ്യനെ കണ്ടില്ല. അടുത്ത ചരണത്തിൽ പറയുന്നുണ്ട്, ഹിന്ദുവിനെ കണ്ടു, മുസൽമാനെ കണ്ടു, ഇതുവരെ മനുഷ്യനെ കണ്ടില്ല, 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 മനുഷ്യനെ കണ്ടില്ല. വയലാർ രാമവർമ്മയ്ക്ക്, ഈ കവിത എഴുതിയ വയലാർ രാമവർമ്മയ്ക്ക് വേദപുസ്തകമല്ല സുവിശേഷം കുറച്ചുകൂടെ വ്യക്തമായി ആഴത്തിൽ അറിയാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ അദ്ദേഹം തീർച്ചയായും എഴുതുമായിരുന്നു, സ്ത്രീയെ കണ്ടു, സ്ത്രീകളെ കണ്ടു, പുരുഷന്മാരെ കണ്ടു, മനുഷ്യനെ കണ്ടില്ല എന്നെഴുതുമായിരുന്നു. അതാണ് അതിൻ്റെ അച്ചട്ടായ സത്യം. അപ്പോൾ യേശുവിൻ്റെ ശ്രമം ഇവിടെ എന്താണ്? ആ സ്ത്രീയെ അന്വേഷിക്കുകയല്ല,
മനുഷ്യരെ അന്വേഷിക്കുകയാണ്. മനുഷ്യത്വമില്ലാത്ത 6 പുരുഷന്മാർ അവളുടെ ജീവിതത്തിൽ കടന്നു വന്ന എന്നതാണ് ആ സ്ത്രീയുടെ അധഃപതനത്തിൻ്റെ കാരണം. നിങ്ങൾ മനസ്സിലാക്കണം. ആ സ്ത്രീക്ക് മനുഷ്യത്വം പ്രാപിക്കുവാനൊരു അവകാശമുണ്ട്. അവൾക്ക് ആ മനുഷ്യത്വത്തിൻ്റെ ഔന്നത്യത്തിലേക്ക് പ്രവേശിക്കത്തക്കവണ്ണം ഒരു കൈത്താങ്ങൽ ആവശ്യമാണ്. അത് നൽകുവാൻ കഴിവുള്ള, അതിനുവേണ്ടി ശ്രദ്ധിക്കുന്ന ഒരു തക്കതായ തുണ ഉണ്ടാകണമെങ്കിൽ പുരുഷൻ മനുഷ്യനായിത്തീരണം. അത് സംഭവിക്കുന്നില്ല എന്നതാണ് ലോകത്തിൻ്റെ ഏറ്റവും വലിയ ദുരന്തം. മനുഷ്യരാശിയുടെ കണ്ണുനീർ വീഴുന്നത് ഈ യാഥാർത്ഥ്യത്തിൻ്റെ മുഖത്തേക്കാണ്. അത്രമാത്രം വേദനയേറിയ ഒരു യാഥാർത്ഥ്യത്തിലേക്കാണ് വചനത്തിൻ്റെ വെളിച്ചത്തിൽ കൂടെ ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നത്. ദയവായി ശ്രദ്ധയോടെ കേട്ട് മനസ്സിലാക്കുക. ഈ മനുഷ്യത്വമില്ലാത്ത പുരുഷന്മാരോടുള്ള സംസർഗത്തിൽ ആ സ്ത്രീയുടെ വില നാൾക്കുനാൾ ഇടിഞ്ഞ് അവരുടെ ജീവിതം ജീർണീകരിച്ച് അവളിപ്പോൾ അധഃപതനത്തിൻ്റെ പടുകുഴിയിലാണ്. അതുകൊണ്ടാണ് ആരുടെയെങ്കിലും മുഖത്തൊന്ന് നോക്കുവാൻ ധൈര്യമില്ലാതെ, ആരുമില്ലാതിരിക്കുന്ന സമയത്ത്, സൂര്യൻ തലയ്ക്ക് മുകളിൽ തീ പൊഴിക്കുന്ന സമയത്ത് വന്ന് ആ കുളത്തിൽ നിന്ന് വെള്ളം കോരി വീട്ടിലേക്ക് പോയി ആവശ്യങ്ങൾ നിറവേറ്റാം എന്ന് കരുതി അവൾ വന്നിരിക്കുന്നത്. അവൾ വന്നത് വെള്ളം അന്വേഷിച്ചാണെങ്കിൽ യേശു അവിടെ വന്നത് മനുഷ്യത്വത്തെ അന്വേഷിച്ചാണ്. ഇതറിയാതെ ഈ സംഭവത്തിൻ്റെ പൊരുൾ നമുക്കറിയാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് യേശു വെള്ളത്തിൽ നിന്നാരംഭിച്ച് എനിക്ക് കുടിക്കാൻ തരൂ എന്ന് പറഞ്ഞ്, അവളുടെ അന്വേഷണം വെള്ളത്തിന് വേണ്ടിയാണ്. വാസ്തവത്തിൽ അവളുടെ ആവശ്യം വെള്ളമല്ല, വെള്ളത്തേക്കാൾ ഉപരി മനുഷ്യത്വമാണ്. അത് പ്രാപിപ്പാൻ കഴിയാത്ത പുരുഷ സംസർഗത്തിൽ അവൾക്കുണ്ടായിരുന്ന മനുഷ്യത്വം പോലും നശിച്ച് അവളിപ്പോൾ ജീർണിച്ച് മനുഷ്യരാശിയുടെ അപമാനത്തിനും അധിക്ഷേപത്തിനും മാത്രം പാത്രമായി ഒരു ജീവിക്കുന്ന ശവം പോലെ അവൾ കഴിയുമ്പോൾ, അവളെ അന്വേഷിച്ചു വരുന്നതും ഒരു മനുഷ്യപുത്രനായെങ്കിൽ മാത്രമേ അവൾക്ക് വിടുതലുണ്ടാകുകയുള്ളൂ. മനുഷ്യപുത്രന് പകരം ഒരു പുരുഷൻ അവളെ അന്വേഷിച്ച് യാക്കോബിൻ്റെ കുളക്കരയിൽ വന്നിരുന്നുവെങ്കിൽ അവൻ 7ാമത്തെ ആ ലിസ്റ്റിൽ 5 ഭർത്താക്കന്മാർ നിനക്കുണ്ടായിരുന്നു, ഇപ്പോഴുള്ള ഭർത്താവല്ല, അപ്പോൾ 5 1 6, ആ ലിസ്റ്റിൽ 7ാമത്തെ സ്ഥാനം പിടിച്ചേനെ. ഇതാണ് ഇതിനകത്തെ യാഥാർത്ഥ്യം. എന്നാൽ ദൈവകൃപയാൽ ഇപ്പോൾ വന്നിരിക്കുന്നത് പുരുഷനല്ല, പിന്നെയോ മനുഷ്യനാണ്, മനുഷ്യപുത്രനാണ് എന്നതുകൊണ്ട് അവളുടെ ജീവിതത്തിലൊരു വലിയ രൂപാന്തരം സംഭവിക്കുകയാണ്. അതെന്താണ്? അപമാനത്തിൻ്റെയും ജീർണതയുടെയും അടിത്തട്ടിൽ നിന്ന് അവളെ കൈപിടിച്ച് ഉയർത്തിയിട്ട് അവൾക്ക് മനുഷ്യത്വത്തിൻ്റെ അന്തസ്സ്, മനുഷ്യ അന്തസ്സ് അവളുടെ ജന്മാവകാശമാണെന്നും അത് അവളിൽ നിന്ന് പിടിച്ചു പറിക്കാൻ ലോകത്തിൽ ആർക്കും ദൈവം അവകാശം കൊടുത്തിട്ടില്ല എന്ന സത്യം അവളെ ബോധ്യപ്പെടുത്തിയ നിമിഷത്തിൽ, ഞാൻ തന്നെ ആ ജീവൻ്റെ ജലമാണ്, നിനക്കതിന് അവകാശമുണ്ട് എന്ന ആശയം അവൾ ഉള്ളിൽ സ്വീകരിച്ച നിമിഷത്തിൽ അവളുടെ കയറുകൾ പൊട്ടി, അവളുടെ ചങ്ങലകൾ തകർന്നു പോകുകയാണ്. അവൾ കൊണ്ടുവന്ന ആ കുടം അവിടെ ഉപേക്ഷിച്ച് അവൾ മറ്റുള്ളവരെ അന്വേഷിച്ച് പോവുകയാണ്. ആരെയാണ് അന്വേഷിക്കുന്നത്? മനുഷ്യത്വമെന്ന് പറയുന്ന ആ മഹനീയമായ സ്ഥിതി പ്രാപിക്കുവാൻ കഴിയാതെ ജീവിതത്തിൻ്റെ മൂർച്ചയുള്ള മുള്ളുകളാൽ നിരന്തരം മുറിവേറ്റുകൊണ്ടിരിക്കുന്ന, ശാപഗ്രസ്തമായ അവസ്ഥയിൽ ആണ്ടുപോയിരിക്കുന്ന ജനങ്ങൾ അങ്ങ് ദൂരെയുണ്ട്. അവർക്കും ഞാൻ അനുഭവിച്ച വിടുതൽ അവകാശമുള്ളതാണ്, അവരത് അറിയേണ്ടതാണ്, അനുഭവിക്കേണ്ടതാണ് എന്ന ആവേശത്തിലാണ് അവളുടെ കുടം മറന്നിട്ട് പട്ടണത്തിലേക്ക് ഓടിപ്പോകുന്നത്. എത്രയോ മനോഹരമായ ഒരു ദൃശ്യമാണിത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇവിടെ സംഭവിക്കുന്നത് എന്താണ്? മനുഷ്യപുത്രൻ മനുഷ്യരെ അന്വേഷിച്ച് നടക്കുകയാണ്. അന്വേഷിച്ചാൽ കണ്ടെത്തും. ഈ അനുഭവത്തിൻ്റെ ആ അടിത്തറയിൽ
അടിയുറച്ച് നിന്നുകൊണ്ടാണ് യേശു പറയുന്നത്, അന്വേഷിപ്പീൻ നിങ്ങൾ കണ്ടെത്തും, അന്വേഷിപ്പീൻ നിങ്ങൾ കണ്ടെത്തും. എന്നെ കേൾക്കുന്ന സഹോദരി സഹോദര, നാം എല്ലാവരും എക്കാലത്തും അനുഭവിച്ചിട്ടുള്ളതും ഇന്നും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതുമായ വിമ്മിഷ്ടം, അരിഷ്ടത, ഇതിൻ്റെയൊക്കെ മൂലകാരണം നമുക്ക് മനുഷ്യരായി തീരുവാനോ പരസ്പര ബന്ധത്തിൽ മനുഷ്യത്വത്തിൻ്റെ ആശ്വാസവും അതിൻ്റെ തേനും പാലും ആസ്വദിപ്പാനുള്ള അവസരം ജീവിതത്തിൽ ഒരിക്കൽ പോലും ഉണ്ടായിട്ടില്ല എന്ന മർമ്മഭേദകമായ യാഥാർത്ഥ്യമാണ്. നാം ഭയപ്പെടുന്ന സത്യം അതാണ്. എന്നാൽ ആ സത്യത്തെ അഭിമുഖീകരിച്ചാൽ മാത്രമേ അവസ്ഥയിൽ നമുക്ക് വിടുതലുണ്ടാകുകയുള്ളൂ. അതുകൊണ്ടാണ് ശമര്യക്കാരി സ്ത്രീക്ക് സ്ത്രീ എന്ന പുരുഷൻ്റെ ഉപകരണമായി ഏതു വിധത്തിൽ വേണമെങ്കിലും ഉപയോഗിക്കുവാൻ തീരാധാരം പ്രാപിച്ചുകൊണ്ട് ഒരു സ്ത്രീയോട് ബന്ധപ്പെടുന്ന അധപ്പതിച്ച പുരുഷത്വത്തിൻ്റെ ആവിഷ്കാരങ്ങൾ അവളെ അനുദിനം അധപ്പതിപ്പിച്ചുകൊണ്ടേയിരുന്നപ്പോൾ അവൾക്ക് ഒരു പുതിയ ദർശനം, ഒരു പുതിയ പ്രത്യാശ, ഒരു പുതിയ ആത്മീയമായ ആവേശം നൽകുവാൻ ഒരു മനുഷ്യപുത്രന് മാത്രമേ കഴിയുകയുള്ളൂ. യേശു ആരാണെന്ന ചോദ്യത്തിൻ്റെ ഉത്തരം ഇവിടെയാണ് നാം കണ്ടെത്തേണ്ടത്. എന്നാൽ ഇതിനോടനുബന്ധിച്ച് നാം പരിഗണിക്കേണ്ട മറ്റൊരു വലിയ യാഥാർത്ഥ്യമുണ്ട്. ഇപ്പോൾ സമയം അതിക്രമിച്ചുകൊണ്ട് അത് കൂടുതലായി വേണ്ടതുപോലെ വിശദീകരിച്ച് പറയുവാൻ സമയമില്ലല്ലോ. ഇതിനോടെല്ലാം ബന്ധമായി ഈ സംഭവം അവതരിപ്പിക്കുന്ന മറ്റൊരു ഘടകമുണ്ട്. അതങ്ങ് അകലെ ഗെരിസി മലയുടെ മുകളിൽ സ്ഥിതി ചെയ്യുന്ന അമ്പലമാണ്, ദേവാലയമാണ്. അവിടെ മതമാണ്, അവിടെ ആരാധന നടക്കുന്നുണ്ട്. അവിടെ താരിപ്പനുസരിച്ച് മതപരമായ ക്രിയകൾ, അനുഷ്ഠാനങ്ങൾ നിരന്തരം നടക്കുകയാണ്. അത് പ്രാഗൽഭ്യത്തോടെ നടത്തുവാൻ പരിശീലനം ലഭിച്ച അതിൽ വിദഗ്ധരായ ഒരു പുരോഹിത വർഗം അവിടെയുണ്ട്. അവർ അവരുടേതായ സംവിധാനം ഏറ്റവും ശ്രദ്ധയോടുകൂടെ നടത്തിക്കൊണ്ടു പോകുന്നു. പക്ഷേ അതും ഈ കുളക്കരയിലുള്ള യാഥാർത്ഥ്യങ്ങൾ, ഈ കുളക്കരയുടെ യാഥാർത്ഥ്യം എന്താണ്? സ്ത്രീക്കും പുരുഷനും മനുഷ്യത്വം പ്രാപിക്കണം. അങ്ങ് അകലെയുള്ള ദേവാലയത്തിൻ്റെ ആവശ്യം എന്താണ്? സ്ത്രീയും പുരുഷനും ആരാധിക്കണം. ഞങ്ങൾ നിഷ്കർഷിക്കുന്ന പോലെ ആരാധിക്കണം. അവർക്ക് രക്ഷയുണ്ടാകണം. അവർക്ക് മനുഷ്യരാകണ്ട, അവർക്ക് രക്ഷയുണ്ടാകണം. സുഹൃത്തുക്കളെ, സഹോദരി സഹോദരങ്ങളെ, പ്രത്യേകിച്ച് യുവതിയുവാക്കന്മാരെ, മനുഷ്യത്വം പ്രാപിക്കാതെ സ്വർഗത്തിലേക്ക് പോകാം എന്ന് പഠിപ്പിക്കുന്നതാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ വഞ്ചന, ഏറ്റവും വലിയ വഞ്ചന, ഏറ്റവും വലിയ വഞ്ചന. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ഞാൻ വന്നത് നിങ്ങൾക്ക് ജീവനുണ്ടാകുവാനും സമൃദ്ധമായ ജീവനുണ്ടാകുവാനും അത്രേ. അവർക്ക് എന്ന വാക്കാണ് യേശു ഉപയോഗിക്കുന്നത്. ദാറ്റ് ദേ മേ ഹാവ് ലൈഫ് ആൻഡ് ലൈഫ് ഇൻ ഓൾ ഇറ്റ്സ് ഫുൾനെസ്. അതിൻ്റെ അർത്ഥം എന്താണ്? ഒരു സ്ത്രീക്കോ പുരുഷനോ ജീവിതം അതിൻ്റെ പൂർണ്ണതയിൽ കൈവശമാക്കുവാൻ, അവകാശപ്പെടുവാൻ, പ്രാപിക്കുവാൻ സാധ്യമല്ല. ആ അടിസ്ഥാനപരമായ മാറ്റമില്ലാത്ത സത്യം വേദപുസ്തകം ആദ്യമേ സൂചിപ്പിക്കുന്നുണ്ട്. പുരുഷൻ ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് ദൈവം കണ്ടിട്ട്, ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യം, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് ദൈവം കണ്ടിട്ട്. എന്തുകൊണ്ടാണങ്ങനെ? ഒരു വ്യക്തി മനുഷ്യത്വത്തിൻ്റെ പൂർണ്ണത പ്രാപിക്കണമെങ്കിൽ, ആ മനുഷ്യത്തിൻ്റെ അവസ്ഥയിലേക്ക് പ്രാപിക്കണമെങ്കിൽ, പ്രവേശിക്കണമെങ്കിൽ, ഈ ലൈഫ് ഇൻ ഓൾ ഇറ്റ്സ് ഫുൾനെസ്, സമൃദ്ധമായ ജീവൻ്റെ അവസ്ഥയിലേക്ക് കടന്നു വരണം. പക്ഷേ ആ സമൃദ്ധമായ ജീവൻ പ്രാപിക്കുന്നത് ഏകാന്തതയിൽ ഒരു വ്യക്തി അവൻ തനിക്ക് തന്നെ പോരുന്നവനാണ് എന്ന വിധത്തിൽ സാധ്യമല്ല. ഒരു പങ്കാളിത്തത്തിൽ കൂടെ മാത്രമേ അത് സാധ്യമാകുകയുള്ളൂ. ഭൂമിയുടെ പരപ്പിൽ അത് സ്ത്രീ പുരുഷ പങ്കാളിത്തവും, ഔന്നത്യത്തിൽ അത് മനുഷ്യനും ദൈവവുമായുള്ള പങ്കാളിത്തവുമാകുന്നു. മനുഷ്യനെന്ന് പറയുമ്പോൾ സ്ത്രീയും പുരുഷനും തുല്യമായി അതിലുണ്ട് എന്ന് ഞാൻ ഇതുവരെ പറഞ്ഞതിൽ നിന്ന് നിങ്ങൾക്ക് വെളിപ്പെട്ട് ഇരിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. ഭൂമിയുടെ പരപ്പിൽ മനുഷ്യത്വമുള്ള സ്ത്രീയും പുരുഷനും ഒന്നായിത്തീരുന്നു.
അതിനുപരിയായി അങ്ങനെ മനുഷ്യത്വമുള്ള സ്ത്രീയും പുരുഷനും ഒന്നായിത്തീരുന്നതിൽ കൂടെ ജനിക്കുന്ന പുതിയ മനുഷ്യത്വത്തിൻ്റെ ആവിഷ്കാരം ദൈവവുമായുള്ള ബന്ധത്തിൽ പൂർണ്ണത പ്രാപിക്കുന്നു. ഇതിനെയാണ് ലൈഫ് ഇൻ ഓൾ ഇറ്റ്സ് ഫുൾനെസ്, സമ്പൂർണ്ണമായ ജീവിതം, സമൃദ്ധമായ ജീവൻ. അതിൻ്റെ ഘടകം ഇതാണ്. മനുഷ്യത്വത്തിൻ്റെ 2 ഘടകങ്ങൾ ചേർന്ന് ഒന്നായിത്തീരുന്നു. അതിൻ്റെ എന്താണ് പറയുന്നത്, പശ്ചാത്തലമായി, അതിൻ്റെ ചട്ടക്കൂടായി, അതിൻ്റെ ഭവനമായി ആ പുതുതായി ജനിച്ച പുരുഷനും സ്ത്രീയും മനുഷ്യത്വം കൊണ്ട് ഒന്നായിത്തീർന്ന ആ പുതിയ വ്യക്തിത്വത്തെ അത് ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത് ദൈവമെന്ന ഭവനത്തിലാണ്. ആ ഒരു സമന്വയത്തിൽ മാത്രമേ സമൃദ്ധമായ ജീവൻ നമുക്ക് അനുഭവിക്കാൻ സാധ്യമാകുകയുള്ളൂ. അല്ലാതെ യാതൊരു സാധ്യതയുമില്ല. അങ്ങനെയുള്ള മഹനീയമായ സാധ്യതയിൽ നിന്ന് നാമൊക്കെ എത്രയോ ദൂരീകരിക്കപ്പെട്ടിരിക്കുകയാണ്. അതിൻ്റെ കാരണം എന്താണ് എന്ന് തിരിച്ചറിയുവാൻ കഴിഞ്ഞ കാലങ്ങളിൽ നമുക്ക് സഹായം നൽകുന്ന, നമുക്ക് വഴിയൊരുക്കുന്ന ഒരു വചന ശുശ്രൂഷയും ഉണ്ടായിട്ടില്ല. ഇങ്ങനെയുള്ള അടിസ്ഥാന തത്വങ്ങളെപ്പറ്റി, യാഥാർത്ഥ്യങ്ങളെപ്പറ്റി നാം ഇന്നും തികച്ചും അജ്ഞരാണ്. അതുകൊണ്ട് നാം ജീവിതത്തിൽ തപ്പിത്തടഞ്ഞ് അവിടെ മുട്ടിയും ഇവിടെ വീണും ഇവിടെ എഴുന്നേറ്റും അവിടെ മുള്ളുകൊണ്ടും ഇവിടെ കുഴിയിൽ വീണും നാം ഇങ്ങനെ അലഞ്ഞു നടക്കുകയാണ്. ഈ ഒരു അരിഷ്ടത കണ്ട് യേശു കണ്ണുനീർ പാർക്കുന്നു. ഇതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. മനുഷ്യപുത്രന് തല ചായ്ക്കാൻ ഇടമില്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം, ഈ ഒരു അന്വേഷണത്തിൻ്റെ വെളിച്ചത്തിൽ വീണ്ടും അർത്ഥം വർദ്ധിക്കുകയാണ്. എന്താണ് മനുഷ്യപുത്രന് തല ചായ്ക്കാൻ ഇടയില്ലാത്ത? പുരുഷനും സ്ത്രീക്കും തല ചായ്ക്കാൻ ഇടമുണ്ട്. മനുഷ്യപുത്രനാണ് തല ചായ്ക്കാൻ ഇടമില്ലാത്ത. കാരണം മനുഷ്യപുത്രന് തല ചായ്ക്കണമെങ്കിൽ ലോക ജനത മനുഷ്യത്വം പ്രാപിക്കണം. ഈ ലോകത്തിലുള്ളവർ മനുഷ്യരായിത്തീരണം. ഈ ലോകം ദൈവത്തിൻ്റെ ഹോംലെസ്നെസ്, ഭവനരാഹിത്യത്തിൻ്റെ ഇടമായത് എന്തുകൊണ്ടാണ്? മനുഷ്യത്വം ഇവിടെ മരിച്ചു പോയതുകൊണ്ടാണ്. മനുഷ്യന് ദൈവം അഭയമാണ്, നമുക്ക് ദൈവം അഭയമാണ്. അതുപോലെ തന്നെ ദൈവത്തിന് നാമും അഭയമാണ്. അതാണ് യേശു നമ്മെ അറിയിച്ച സത്യം. നിങ്ങൾ എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിലും വസിക്കാം. എൻ്റെ അർത്ഥം എന്താണ്? നിങ്ങൾക്ക് എന്നിൽ വസിക്കുവാൻ താല്പര്യമുള്ളതുപോലെ, ആവശ്യമുള്ളതുപോലെ തന്നെ എനിക്ക് നിങ്ങളിലും വസിക്കാൻ ആവശ്യമുണ്ട്. എനിക്ക് നിങ്ങളെക്കൊണ്ട് ആവശ്യമുണ്ട്. അതിൻ്റെ ഏറ്റവും നല്ല തെളിവാണ് യേശു പറയുന്നു, നിങ്ങൾ ബഥനിയിൽ പോയി അവിടെ കെട്ടിയിട്ടിരിക്കുന്ന ഒരു കഴുതയുണ്ട്, അതിനെ അഴിച്ചു കൊണ്ടുവരുവീൻ. എന്തിന് നിങ്ങളിതിനെ അഴിക്കുന്നു എന്ന് ആരെങ്കിലും ചോദിച്ചാൽ ദൈവത്തിന് ഇതിനെക്കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറയുവീൻ. കഴുതയെ കൊണ്ട് ആവശ്യമുണ്ട്, പിന്നെ മനുഷ്യൻ്റെ കാര്യം പറയണോ? അപ്പോൾ നമുക്ക് ദൈവത്തിൻ്റെ ഉള്ളിൽ വസിക്കുവാൻ, ദൈവത്തിൽ വസിക്കുവാൻ എപ്രകാരം ആവശ്യമുണ്ടോ അതുപോലെ തന്നെ ദൈവത്തിന് നമ്മുടെ ഉള്ളിലും വസിക്കാൻ ആവശ്യമുണ്ട്. പക്ഷേ അത് സാധിക്കണമെങ്കിൽ ദൈവം സൃഷ്ടിച്ച മനുഷ്യരിൽ മാത്രമേ ദൈവത്തിന് വസിക്കാൻ സാധ്യമാകുകയുള്ളൂ. അപ്പോൾ നമുക്ക് ഒരു പക്ഷി ഉണ്ടാക്കിയ കൂടിലോ, ഒരു സിംഹമുണ്ടാക്കിയ എന്നാ പറയുന്നത്, ദ ഡെൻ ഓഫ് ദി ലയൺ, അതിൻ്റെ ഗുഹയിലോ താമസിക്കാൻ സാധ്യമല്ല. മനുഷ്യൻ വസിക്കണമെങ്കിൽ മനുഷ്യനുണ്ടാക്കിയ ഭവനത്തിൽ വസിക്കണം. അതുപോലെ തന്നെ ദൈവത്തിന് വസിക്കണമെങ്കിൽ ദൈവം ഉണ്ടാക്കിയ ഭവനത്തിൽ. ദൈവം ഉണ്ടാക്കിയ ഭവനം എന്താണ്? മനുഷ്യത്വമാണ്. ആ മനുഷ്യത്വം പ്രാപിക്കുന്നവന് മാത്രമേ ദൈവത്തിൽ വസിക്കുക അനിവാര്യമാണ്, അത്യാവശ്യമാണ്, ഓക്സിജൻ പോലെ ഒഴിച്ചുകൂടാത്തതാണ് എന്ന ബോധ്യമുണ്ടാകുകയുള്ളൂ. അല്ലാത്തവന് ദൈവമെന്ന ഭവനം ഏതാണ്ടൊരു ഭീകരമായ അവസ്ഥയാണ്. അപ്പോൾ ഇതെല്ലാം ഉൾക്കൊള്ളുന്ന മഹനീയമായൊരു സംഭവമാണിത്. ഈ സംഭവത്തിൻ്റെ അർത്ഥവ്യാപ്തിയോട് ഞാൻ വേണ്ടതുപോലെ നീതി പുലർത്തിയിട്ടില്ല എന്ന് നിങ്ങൾക്കറിയാം. അത് സമയത്തിൻ്റെ പരിമിതിയാണ് അതിൻ്റെ ഒരു ഘട്ടം. മറ്റേ ഘട്ടം എനിക്കതിനുള്ള പ്രാപ്തി ഇല്ലാത്തതും കൂടെയാണ് ഞാൻ സമ്മതിക്കുന്നു. ഏതായാലും ഒരു കാര്യം വ്യക്തമായി ധരിക്കുക, യേശു ശമര്യക്കാരുടെ നാട്ടിലേക്ക് പോയത് ആ ശമര്യക്കാരെ സ്ത്രീയെ അന്വേഷിച്ചല്ല.
പുരുഷനെ അന്വേഷിച്ച് പുരുഷനെ മനുഷ്യനാക്കുന്ന വിടുതലിൻ്റെ ശുശ്രൂഷയ്ക്കാണ് യേശു അവിടെ പോയത്. കാരണം പുരുഷൻ മനുഷ്യനാകാതെ സ്ത്രീക്ക് യാതൊരു ആശ്വാസവും യാതൊരു പ്രത്യാശയും യാതൊരു വിടുതലും ഉണ്ടാകുകയില്ല. ഈ ഒരു യാഥാർത്ഥ്യത്തെ ഇത്ര മനോഹരമായി ചിത്രീകരിച്ചിരിക്കുന്ന ഓർത്ത് അത്ഭുതം കൊണ്ട് ഞാൻ തുള്ളിച്ചാടുകയാണ്. ഇതിനപ്പുറമായി ഒരു ചിത്രീകരണം ലോക സാഹിത്യത്തിൽ കാണാൻ സാധ്യമല്ല. ദയവായി നിങ്ങൾ ഈ ഭാഗം വീണ്ടും വീണ്ടും വായിച്ച് കൃപയാൽ നമുക്ക് വെളിപ്പെട്ടു വന്ന ഈ ആശയങ്ങളെ വീണ്ടും പരിഗണിച്ച് ഇതിൻ്റെ അർത്ഥതലങ്ങളുടെ വെളിച്ചത്തിലേക്ക് നിങ്ങളുടേതായ രീതിയിൽ കൂടുതലായി സഞ്ചരിക്കണമെന്ന് കൈകൂപ്പി വിനീതമായി അപേക്ഷിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഏവർക്കും നന്മയുണ്ടാകട്ടെ, അധികമായി ഉണ്ടാകട്ടെ. യേശുവിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ സമർത്ഥമായ ജീവനുണ്ടാകട്ടെ. ആമേൻ.